അണമുറിയാത്ത ജനപ്രവാഹം. കേരളത്തെ നടുക്കിയ വാൽപ്പാറ വാഹനാപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വെച്ച പാങ്ങ് ഹയർ സെക്കൻഡറി സ്കൂളിലെത്തിയത് ആയിരങ്ങൾ. ആളുകളുടെ തിക്കും തിരക്കും കാരണം പൊതുദർശനം അവസാനിപ്പിച്ച് മൃതദേഹങ്ങൾ അതാത് വീടുകളിലേക്ക് കൊണ്ടുപോയി. 3 പള്ളികളുടെ ഖബർസ്ഥാനിലാണ് 7 പേർക്ക് അന്ത്യവിശ്രമം ഒരുക്കിയത്. പ്രധാന അധ്യാപിക പി അജിതയുടെ മൃതദേഹം ഷൊർണൂർ ശാന്തി തീരത്തും അധ്യാപിക ആശയുടെ കുളത്തൂരിലെ വീട്ടുവളപ്പിലുമായി സംസ്കാരം നടന്നു. വാൽപ്പാറ വാഹനാപകടത്തിൽ മരിച്ചവരുടെ ചലനമറ്റ മൃതശരീരങ്ങൾ ശനിയാഴ്ച പുലർച്ചെ 6 മണിയോടെ പൊള്ളാച്ചി സർക്കാർ ആശുപത്രിയിൽ നിന്നും ബന്ധുക്കൾ ഏറ്റുവാങ്ങി. തുടർന്ന് മൃതദേഹങ്ങളുമായി ആംബുലൻസുകൾ മലപ്പുറം പാങ്ങിലേക്ക് പുറപ്പെട്ടു. മൃതദേഹങ്ങളും വഹിച്ചുള്ള ആംബുലൻസുകൾ രാവിലെ 9 മണിയോടെ പാങ്ങ് ഹയർ സെക്കൻഡറി സ്കൂളിലെത്തി. പൊതുദർശനത്തിന് വച്ചപ്പോൾ അണമുറിയാത്ത ജനപ്രവാഹമായിരുന്നു സ്കൂളിലേക്ക്. 13 പേരാണ് വിനോദയാത്രാ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഇതിൽ 9 പേരാണ് മരണപ്പെട്ടത്. സ്കൂൾ അങ്കണത്തിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹങ്ങളിൽ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ, വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി, PK കുഞ്ഞാലിക്കുട്ടി, EP ജയരാജൻ, PK ശ്രീമതി, MLAമാർ, മറ്റു ജനപ്രതിനിധികൾ, വിദ്യാർത്ഥികൾ, അധ്യാപകർ, നാട്ടുകാർ ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകൾ അന്തിമോപചാരമർപ്പിക്കാൻ എത്തിയിരുന്നു. അവസാനമായി പ്രിയ അധ്യാപകരുടെ ജീവനറ്റ മുഖം കണ്ടു വിദ്യാർത്ഥികൾ വിതുമ്പി. പിരിഞ്ഞുപോയ പ്രിയപ്പെട്ടവരെ ഓർത്തു നാടാകെ തേങ്ങി. ആളുകളുടെ തിക്കും തിരക്കും നിയന്ത്രിച്ച് വന്നവർക്ക് അവസാനമായി ഒരു നോക്കു കാണാൻ അവസരം ഒരുക്കി. അണമുറിയാത്ത പ്രവാഹം തുറന്നതോടെ പൊതുദർശനം അവസാനിപ്പിച്ച് മൃതദേഹങ്ങൾ വീടുകളിലേക്ക് കൊണ്ടുപോയി. UP സ്കൂൾ അധ്യാപിക ഷക്കീന, പാചകത്തൊഴിലാളി സാജിദ, അധ്യാപികമാരായ റംല, സുഹറയുടെ മകൻ ഹിഷാം, അധ്യാപകൻ മജീദിൻ്റെ ഭാര്യ റുക്കിയ എന്നിവരുടെ ഖബറടക്കം ഉച്ചയോടെ 3 പള്ളികളുടെ ഖബർസ്ഥാനിൽ നടന്നു. പാങ്ങ് GLP സ്കൂളിലെ പ്രധാനാധ്യാപിക അജിതയുടെ സംസ്കാരം ഷൊർണൂർ ശാന്തി തീരത്തും അധ്യാപിക ആശയുടെ സംസ്കാരം കുളത്തൂരിലെ വീട്ടുവളപ്പിലുമാണ് നടന്നത്. വേനൽ അവധിക്കാലത്തെ വിനോദയാത്രയ്ക്കിടെ സംഭവിച്ച ദുരന്തത്തിൽ മരണപ്പെട്ടവർ ഒരു നാടിനെയാകെ ദുഃഖത്തിലാഴ്ത്തിയാണ് വിടവാങ്ങിയത്. പ്രിയ അധ്യാപകർ ഇനി ഓർമ്മകളിൽ. ഈ വിദ്യാലയത്തിന്റെ മുറ്റത്തെ കളിച്ചിരികൾ മാഞ്ഞു. വിദ്യാലയത്തിലെ 5 അധ്യാപികമാരാണ് ഇന്നലെ വാൽപ്പാറയിലുണ്ടായ വാഹനാപകടത്തിൽ മരണമടഞ്ഞത്. ഇനി പുതിയൊരു അധ്യയന വർഷത്തിൽ ഈ വിദ്യാലയം തുറക്കുമ്പോൾ വിദ്യാർത്ഥികളോടൊപ്പം ആ അധ്യാപകർ ഉണ്ടാവില്ല, അവരുടെ സ്മരണകൾ മാത്രം. അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ 20ാം വർഷത്തിലേക്ക് 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി.